ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇൻട്രോ എടുക്കും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ചിട്ടല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇൻട്രോ എടുക്കും നമ്മുടെ വീടിൻ്റെ പുറകിൽ നിന്ന് എടുക്കാമെന്ന്. പക്ഷേ ചെറിയൊരു പേടിയോട് കൂടിയൊക്കെയാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ പാമ്പിനെ കണ്ടത് അവിടെയാണ്. ആൾ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. പുറത്ത് വന്നോ അത് ഇറങ്ങിപ്പോയോ അത് അവിടെ ഇരിപ്പുണ്ടോ അതൊന്നും അറിയത്തില്ല കേട്ടോ. എവിടെയിലൊക്കെ കാണും. കാരണം ഈ ചൂട് സമയമായതുകൊണ്ട് തണുപ്പുള്ളിടത്ത് വന്നിരിക്കുമല്ലോ. പിന്നെ നമ്മുടെ ഇവിടുത്തെ ചാർത്തിലൊക്കെ ചിലപ്പോൾ കയറി ഇരിപ്പുണ്ടോ എന്നൊന്നും അറിയാൻ പാടില്ല. അവിടെ വിറക് അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. നല്ല പേടിച്ചാണ് ഞങ്ങളിരിക്കുന്നത് കേട്ടോ. എപ്പോൾ ഇറങ്ങിയാലും ആ പാമ്പിൻ്റെ ഒരു ചിന്ത ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതുമാത്രമല്ല, ഇഷ്ടംപോലെ മൂർഖന്മാരും കുഞ്ഞു മൂർഖനൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അകത്തൊക്കെ കയറിയിരിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും വാതിൽ അടച്ചിട്ടേ ഇരിക്കുകയുള്ളൂ. പിന്നെ എവിടെയെങ്കിലൊക്കെ കാണുമായിരിക്കും. അതുകൊണ്ട് ഞാൻ നോക്കിയൊക്കെ നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകാമെന്നുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ. നമ്മൾ പോകുന്നത് ചാച്ചിയമ്മയുടെ അടുത്തേക്കാണ്. നമ്മൾ അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞാവിടെ 56 കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എറണാകുളം പോവാണ്. അവിടെ ചെന്ന് അമ്മയുടെ സർജറി കാര്യങ്ങളൊക്കെ നോക്കി ഒരു 3-4 മാസം അമ്മയ്ക്ക് റെസ്റ്റ് എന്തായാലും 3 മാസത്തോളം വേണമല്ലോ. അപ്പോൾ അതൊക്കെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. അതുമാത്രമല്ല, നമ്മുടെ കുഞ്ഞാവേനെ ചാച്ചിയമ്മനെ കാണിക്കണം കേട്ടോ. ചാച്ചിയമ്മയ്ക്ക് ഇപ്പം വരാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല, വയ്യാതെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 നേരമൊക്കെ ഇൻസുലിനൊക്കെ എടുക്കുകയാണ്. അതുകൊണ്ട് ചാച്ചിയമ്മേനെ കുഞ്ഞാവേനെ കൊണ്ട് കാണിക്കണം. അവരെന്തായാലും നമ്മൾ വരുമ്പോൾ തിരിച്ച് നമ്മുടെ കൂടെ വരികയല്ലോ. എന്നാലും കുറച്ചുകൂടെ കഴിഞ്ഞിട്ടല്ലേ വരത്തുള്ളൂ. അപ്പോൾ അവരൊക്കെ പ്രായമായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് കൊണ്ടേ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ആണെങ്കിലും അച്ചാമ്മേനെ കൊണ്ട് കാണിച്ചു. ഒരുപാട് സന്തോഷമായിട്ടോ. അവരുടെയൊക്കെ മനസ്സിൽ കണ്ണ് നിറയുമ്പോൾ മകളുടെ കുഞ്ഞാണല്ലോ, അതൊക്കെ അവരുടെ ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഞങ്ങളിങ്ങനെ ചാച്ചമ്മേനെ കാണിക്കാനായിട്ട് കൊണ്ടുപോവാണ്. എല്ലാവരും ഒരുങ്ങി നിൽക്കുകയാണ്. ഓട്ടോ വിളിച്ചിട്ടുണ്ട്. ഓട്ടോയ്ക്ക് വിളിച്ചാൽ പോകാൻ പറ്റുള്ളൂ, ബസ്സിലൊന്നും നമുക്ക് കയറി പോകാൻ പറ്റില്ല, എത്ര കുഞ്ഞൊക്കെ വെച്ചല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കുഞ്ഞാവയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ആൾ ഓക്കെ ആയിട്ടുണ്ട്. അവർക്ക് വാക്സിൻ എടുത്തതിൻ്റെ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ അങ്ങ് മാറി. പിന്നെ എലിക്കുട്ടിയമ്മയുടെ കാര്യത്തിൽ തിങ്കളാഴ്ച ഞങ്ങൾ എറണാകുളം ഹോസ്പിറ്റലിൽ പോവാണ്. രാവിലെ പോകണം. അതിനെയൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ വന്നിട്ട് ഡേറ്റൊക്കെ എടുത്തിട്ട് അങ്ങ് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് വീടിൻ്റെ കാര്യം ശരിയാവും. വീട് പറഞ്ഞിട്ടുണ്ട് 2-3 അടുത്ത്. അപ്പോൾ അത് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് പോവാം. പിന്നെ വേറൊന്നുമില്ല, നമുക്ക് എത്രയും വേഗം പോയിട്ട് തിരിച്ചു വരണം. വലിയ മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്, കാരണം അത്രയും വെയിലാണ് തെളിയുന്നത് കേട്ടോ. അപ്പം മഴ എന്തായാലും പെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ വേറെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എന്തായാലും പോയിട്ട് വരാം കേട്ടോ. ചാച്ചിയമ്മയോട് പറയുന്നില്ല, ചാച്ചിയമ്മയ്ക്ക് ഒരു സർപ്രൈസ് ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ 2 ദിവസമായിട്ട് ചാച്ചിയമ്മേനെ വിളിച്ചിട്ടും ചാച്ചിയമ്മേനെ ഫോണിൽ കിട്ടിയില്ല. പിന്നെ അടുത്തുള്ള ചേച്ചീനെയൊക്കെ വിളിച്ചു, ആങ്ങളേനെയൊക്കെ വിളിച്ച് കഴിഞ്ഞപ്പം കുഴപ്പമൊന്നുമില്ലായിട്ട് ഇരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇന്ന് സർപ്രൈസായിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ എന്താവും എന്നൊക്കെയുള്ള ആ ഒരു എക്സ്പ്രഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ വേറെ വിശേഷം കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും പോയിട്ട് വരാം. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക ഓട്ടോ വരാൻ വേണ്ടി. ആ ബാക്ക് വശം അടച്ചോ? അപ്പൊ നമ്മള് ഇല്ല, കവർ എടുത്തോണ്ട്. എന്തിനാ കവറ വേണം? എന്നെ ഭയങ്കര ഭരണമാണ് കൈസ് ഇവിടെ ഇരുന്ന്. അപ്പൊ ഞാൻ പോയി എടുത്തോണ്ട് അത്തേക്കിരിക്കട്ടെ. ഇതെല്ലാം വിളിച്ചു, ഞാൻ പറഞ്ഞു 5 മിനിറ്റ് കൂടെയാണ് വരാൻ പറഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞ് വന്നാൽ മതി. അപ്പൊ എന്തായാലും പോട്ടെ. അപ്പോൾ അവൾക്ക് ഡയപ്പർ മേടിക്കണ്ടേ? അല്ല, ഡയപ്പർ വേട്ടെ, പാമ്പേഴ്സ്. ഡയപ്പർ എന്ന് പറഞ്ഞ് ഇപ്പം എപ്പോഴും ഡയപ്പർ എന്ന് പറയുന്നത്. പാമ്പേഴ്സ് മേടിക്കണം കേട്ടോ. അങ്ങനെ ഇരിക്കണം. അപ്പോൾ പോയിട്ട് വരാം. അമ്മ കളോട്ട് ഇറങ്ങിയിരിക്കാൻ നമ്മൾ അതേ കുർലാസിറ്റേറ്റിൽ എത്താറായിട്ടുണ്ട്. അപ്പോൾ കടയിൽ കയറിയിട്ട് ചാച്ചിയമ്മയ്ക്കുള്ള ഫ്രൂട്ട്സും പഴവും അതും ഇതൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾക്ക് ഒരു ചെറുക്കനുണ്ടല്ലോ, അവന് തണ്ണിമത്തം വേണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തണ്ണിമത്തനും മാങ്ങാപ്പഴമൊക്കെ വാങ്ങി അങ്ങനെ വീട്ടിലെത്താറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ കുർലാസിറ്റി എത്തിയിട്ടോ. അപ്പോൾ നമ്മളെവിടെ എത്തി? അവിടെ ഇല്ലേ അമ്മേ? വെയിൽ മൂത്തു. ഹലോ, എന്താണ് ഉറക്കമാണോ? ആരാ? ദൈവമേ, വെയിലത്താ കുട്ടിക്കുറുമിനെ കാണിക്കാൻ വേണ്ടി ഞങ്ങള് കൊണ്ടുവന്നതല്ലേ. കുഞ്ഞിക്ക് ഉറക്കം.
അമ്മയുടെ ചേച്ചി ചാച്ചിയമ്മ. ഭാവി നേരത്തെ വന്ന ഞാൻ പറഞ്ഞല്ലോ അത് ഏത് നേരത്തെ ഉച്ചക്ക് വരെയായിരുന്നു ചോറ് കഴിക്കാതിരുന്നായിരിക്കും ഉദ്ദേശിച്ചത്. അത് കുഴപ്പമില്ല. ഞങ്ങളെ കഴിച്ചിട്ടാ പോകുന്നത്. അവിടെ ഇരിക്കേ കുഞ്ഞാവേ നോക്കി. ഈ കുടിയെ എന്റെ അപ്പ ഭയങ്കര നാലൊന്നുമായില്ല. മുറിച്ചടി മുറിച്ചു കൊടുക്കാം. ആരുടേത്? എനിക്ക് എന്നാ ചക്കൻപുറത്ത് പോയതാ എന്നെ വിളിപ്പിക്കാൻ തിരിച്ചു വിട്ടു വന്നു. ഇവിടെ അച്ഛനെ മുറ്റത്ത് ഇരിക്കുമ്പോഴാണ് ഞങ്ങള് ബെല്ലടിക്കണം. ഒരു വിഷമായി പോയി. എന്നാണോ അറിയാൻ പാടില്ല. ഒന്നും വിവരം ഇല്ലെന്ന് അത് എടുത്തരാമ്മ മുറിക്കുവോ? അവനെ ഞാൻ കണ്ടില്ല. നോക്കിയടി ആദ്യേ വിളിയാട്ടെ കൈ കഴുകുക. ഇത് തണ്ണിമത്തം വേണം കഴിക്കേ. ഇത് നല്ല ഇതായിട്ട് കണ്ടിക്ക്. ഇത് ഭംഗിയില്ലാണ്ട് കണ്ടില്ല. ഇത് ഈ ചെറുക്കന് തണ്ണിമത്തം വേണോന്നും പറഞ്ഞ് കത്തിയുടെ കൊണ്ട് കൈയിട്ടുണ്ട് കേട്ടോ. ചാച്ചിയമ്മയ്ക്ക് തണ്ണിമത്തനൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ചാച്ചിയമ്മയ്ക്ക് വേണ്ടിയിട്ട് ഓറഞ്ചും പഴമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ എന്തേ തണ്ണിമത്തം മുറിച്ച് കഴിക്കാൻ കേട്ടോ. തണ്ണിമത്തം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൊക്കൊന്നും ഇല്ല ഇവിടെ. ഉണ്ടായിരുന്നല്ലോ. അത് തീർന്നു. സീസണല്ല. നല്ല മധുരമുണ്ട് കേട്ടോ. മഴ പെയ്യത്തുണ്ട്. നല്ല മധുരമുണ്ട്. കഴിക്കേണ്ട ഫോട്ടോ വെച്ച് എന്താ നമ്മൾ ഇങ്ങോട്ട് പോകുന്നു. നമ്മൾ ചുമ്മാ താഴെ വരെ പോകണം കേട്ടോ. ഇതുകൊണ്ടോ നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതെ. അത് ഉള്ളിലേക്ക് മുഴുവൻ എടുത്തിട്ടുണ്ടല്ലേ. റീൽസ് എടുക്കണമെങ്കിലേ ഫോണിൽ ചാർജ് വേണം. ഇത് നമുക്ക് എയർപോർട്ട് മഴ ഒതുങ്ങിക്കുന്നു. റോബസ്റ്റ് ആയിരുന്നു ഒന്നുമില്ല. നോക്കി പോണേ. അത് വന്നിട്ട് പാമ്പുണ്ട് കേട്ടോ ഇവിടെ. മര്യാദയ്ക്ക് വന്നേ. അരികല്ലയുടെ അടിയിലൊക്കെ പാമ്പ് ഒതുങ്ങിയിരിക്കും. അത് വരണ്ട. പോട്ടെ പോട്ടെ. ഇത് പിടിച്ചേടാ. കായ ഉണ്ടായി വരുന്നുണ്ടല്ലേ. പുതിയ വള്ളി ഇട്ടിട്ടുണ്ട്. പുതിയ വള്ളികളാട്ടെ ഇതൊക്കെ. പാഷൻ ഫ്രൂട്ട് ഉണ്ടോ നോക്കിയോ. ഞാൻ എന്ന് വന്നാലും ഇവിടെ പാഷൻ ഫ്രൂട്ട് വെക്കും. ഒരെണ്ണം പോലും കിട്ടില്ല. എന്നും രാവിലെ ചാച്ചിയമ്മ ഒന്ന് പറക്കുന്നതാണ്. ഇതിൽ തന്നെ കേട്ടോ. അടയ്ക്ക ദാവൻ ചാൻസ് ഉണ്ടോ. ചാച്ചിയമ്മ കഴിക്കുന്ന ചാച്ചിയമ്മക്ക് ഇഷ്ടം. എവിടെ ഓർമ്മ കിടപ്പുണ്ട് നോക്കട്ടെ. അയ്യോ അല്ലടാ നല്ലതാ. വേറെ ഉണ്ടടി. പിന്നെ ഇതേ കിടക്കുന്നൊരു നീ കണ്ടില്ലേ ഇതൊന്നും. ദേ അടിപൊളി. ഇപ്രാവശ്യം ഉണ്ട് കേട്ടാ.
കഴുത്തി ആടിയിട്ടുണ്ട്. അപ്പം നോക്കാം. ചേമ്പില്ല. അങ്ങനെ വെയിലായതുകൊണ്ടായിരിക്കും. അയ്യോ അമ്മ, തൊട്ടി ചേമ്പുണ്ട് നോക്കാം. ഇത് ഒരു പാഷൻ ഫ്രൂട്ട് കഴിച്ച് നോക്കട്ടെ. ഇങ്ങനെയൊന്ന് കാണിച്ചാൽ ആയിക്കോളും. നല്ലൊരു മധുരം. ഓ ഇതിനാ മധുരം കൊള്ളുന്നു. ഇത് കണ്ട ഈ സീഡ് കാണാൻ നല്ല രസം കേട്ടോ. സൂപ്പർ. ഒന്നും പറയാൻ പറ്റാത്ത ടേസ്റ്റ്. അത് തന്നെ ശരിക്കും അടിപൊളി സാധനമാണ് കേട്ടോ. നമ്മളെ വട്ടവട പോയപ്പോൾ ഒരു പാഷൻ ഫ്രൂട്ട് കഴിച്ച്, പക്ഷെ അതിന് മധുരമാണ്, പക്ഷെ പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ. ഇതിനുണ്ടല്ലോ നമ്മൾ ഇവിടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അപ്പുറേന്ന് അത് മനസ്സിലാവും. അത്ര സ്മെല്ലാണ് ഇതിന്. അത്ര സ്മെല്ലും ഒരു നമ്മുടെ മൂക്കിലേക്ക് അടിച്ച് വരുന്ന സൈസ് സ്മെല്ല്. അപ്പോൾ അതേ ആദിക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചേമ്പ് നോക്കി വന്നാണ്, ചേമ്പൊന്നും കാണുന്നില്ല. അടിപൊളിയില്ല. ചേമ്പിന്റെ ഒരു കഷ്ണം പോലും ഇല്ല. ഇതേ ചേമ്പ്, പക്ഷെ അത് ആയിട്ടില്ല. ചുമ്മാ പുറം നിലത്ത് നിൽക്കുന്ന. ആണോ? ഇത് ഒത്തിരി നട്ടതായിരുന്നടാ. ഒന്നുമില്ല, ചിലപ്പോൾ മഴയാകുമ്പോഴത്തേക്കും വരുമായിരുന്നു. കൊട്ട നിറയെ ചേമ്പ് കേട്ടില്ല. ഇതിമോള് പുറകെ വരുന്നുണ്ട് കേട്ടോ. ഒന്നുമില്ല. അതെ ശരിയാ, ഒരു കണ പോലും ഇല്ല. ഞാനിവിടെയൊക്കെ നട്ട് വെച്ചതായിരുന്നു. അതെ, ഇപ്പം മഴയാകുമ്പോഴായിരിക്കും അത് കിളുത്ത് വന്ന്. ഇതിമോള് കഴിഞ്ഞ പ്രാവശ്യം, അതായത് പ്രഗ്നൻ്റ് ഒക്കെ ആവുന്നതിന് ഒരു മാസം മുന്നേ ഇവിടെ വന്നിട്ട് പോയതല്ലേ. അപ്പോൾ അന്നേരം നട്ടിട്ട് പോയ കുറേ ചേമ്പൊക്കെ തപ്പി 1.5 വർഷം കഴിഞ്ഞപ്പോൾ വന്നതാണ്. അപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല. സീസൺ ഉണ്ടല്ലോ, ഓരോ സാധനം നടുമ്പോൾ അതിൻ്റെതായ സീസൺ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ചേമ്പിൻ്റെ സീസൺ അല്ല. പിന്നെ കാച്ചിൽ പറിക്കാൻ പറ്റിയ ആരുമില്ല കേട്ടോ. കാച്ചിൽ പറിക്കണമെങ്കിൽ അമ്മയ്ക്കേ പറ്റുള്ളൂ. എനിക്കൊന്നും അത് പറിച്ചുള്ള ശീലമില്ല. ഒരു നാക്കുണ്ട് കേട്ടോ കാച്ചിലൊക്കെ പറിക്കാൻ. എനിക്ക് സാധനം ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ പറിക്കാനും അങ്ങനെ നോക്കാറില്ല. അവിടെ ഇപ്പോൾ ചുണ്ട് നല്ലതാണോ ഇത് വാഴയുടെ? കൊള്ളൂലേ? ഇവിടെ ഒരു വാഴ ഒടിഞ്ഞാടി കിടപ്പുണ്ട് കേട്ടോ. ഏത്തവാഴയാന്ന് തോന്നുന്നത് അല്ലേ? മറിച്ച് നോക്കട്ടെ. റോബസ്റ്റയോ? റോബസ്റ്റ് ഏത്തവാഴയുടെ അല്ല, റോബസ്റ്റ് കേട്ടോ. ഇത് നമ്മുടെ ചീനി ഉണ്ടോ? ചീനിയൊക്കെ പോയി കേട്ടോ. അയ്യോ, ഇത് മുളക് കുറച്ചിട്ടും ചീനിയ കണ്ണ് കിട്ടിപ്പോയെന്നൊന്നും ഇല്ല. നമ്മുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ സാരിയൊക്കെ ചാച്ചമ്മ കാണിച്ചു തരും കേട്ടോ. അതായിരുന്നു നല്ല കാര്യം. അത് കൊള്ളാതെ ഉടുത്തതിന് നല്ല ഭംഗിയാണ്. കഴിച്ചില്ലേ? ബ്ലൗസ് കഴിച്ചില്ലേ? ഇതുണ്ടല്ലോ ഈ സാരി. ഇത് എത്ര വർഷം പഴക്കമുണ്ടാവും ചാച്ചമ്മ ഈ സാരി? ഇത് എത്ര വർഷം പഴക്കമുണ്ട് ചാച്ചമ്മ ഈ സാരി? ഇഷ്ടം പോലെ വർഷം, 50 വർഷം കൂടുതലായിട്ടുണ്ടാവും. അതെ, നല്ല ഭംഗിയുള്ള സാരി. സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സാരി അതെ, അവിടെ വെക്ക്, ഞാൻ വെക്കാം. ഇത് ചാച്ചമ്മ ഇവിടെ നിൽപ്പുണ്ട്. ഞങ്ങളത് വീട്ടിൽ തിരിച്ചു പോകാൻ തുടങ്ങോട്ടെ. എങ്ങനെ എന്റെ വീട്ടിൽ എടുക്കുവാ?
ചായ കുടിച്ചാ? ആ വയ്യല്ലേ പോകായിരുന്നു. ഏ വയ്യാന്നോടെ ഒരു പോകാനല്ലേ പോകും. മൽബറി ഒന്നല്ല, ഒരു സൈസ് പുളിയാ. ഒരു ചെടി പണ്ട് നമ്മള് കഴിച്ചോണ്ടിരുന്നേ. അതെടുത്തോണ്ട് വന്നേരാ. അതിന്റെ ഏതടാ അത്? പൂ കാണിച്ചേടാ. വണ്ടി വന്നിട്ടോ ഞങ്ങക്ക് പോകാനായിട്ട്. കരിയാപ്പില ഓടിച്ചെടുക്കുവായിരുന്നു. അല്ലല്ലായിരുന്നോ? ഇത് കരിയാപ്പില ഓടിച്ചെടുക്കുവാനോ? ഇപ്പൊ വേണോ അത്? കരിവേപ്പില ഉണ്ടല്ലോ. സന്തോഷത്തോടു കൂടി ഇരിക്കുക. ഞങ്ങൾ പിടിച്ചിട്ട് കിട്ടിയെങ്കിൽ മാത്രം. വിളിച്ചില്ലെങ്കിലാ വിഷമം. അങ്ങനെ നമ്മളിതേ തിരിച്ച് വീട്ടിലെത്തി, ചായയൊക്കെ കുടിച്ച് അങ്ങനെ ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞ് പുറത്തിരിക്കുകയാണ് കേട്ടോ. ഉള്ളിൽ ഭയങ്കര ചൂടാണ്, ഷീറ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഏലിക്കുട്ടിയമ്മ ഉണ്ട്, ആദ്യക്കുട്ടനുണ്ട്, കുഞ്ഞിപ്പെണ്ണുണ്ട്, ലിതിയമ്മ ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ചാച്ചിയമ്മയുടെ അടുത്ത് പോയി കുറച്ച് നേരം നമ്മൾ നിന്നു. ഒത്തിരി നേരം ഒന്നും നിൽക്കാൻ പറ്റിയില്ല, കുറച്ച് നേരം നിന്നു പോന്നു. പിന്നെ വേറൊന്നുമില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ അരൂര് വീട് നോക്കിക്കൊണ്ടിരിക്കുക അല്ലേ. നോക്കിയിട്ടൊന്നും ശരിയാവുന്നില്ല. വീടൊന്നും ശരിയായിട്ട് വേണം നമുക്ക് എറണാകുളത്ത് പോയി അമ്മയുടെ സർജറിയുടെ കാര്യമൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് നടക്കുന്നില്ല. അല്ലെ പിന്നെ നമ്മൾ തിങ്കളാഴ്ച അങ്ങ് പോയിട്ട് അന്ന് തന്നെ തിരിച്ചു വരലും ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ വേഗം കിട്ടുവാണെങ്കിൽ നമുക്ക് പോവാം. അന്നേരം കൊച്ചിൻ്റെ 56 അവിടെ വെച്ച് നടത്താമെന്ന്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നടത്തിയിട്ട് പോകാമെന്നുള്ള പ്ലാനിലാണ്. എന്തായാലും വേഗം വീടിൻ്റെ കാര്യമൊക്കെ ഒന്ന് ശരിയാകും. അരൂര് തന്നെ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കാണെങ്കിലും വന്ന് നിൽക്കാം, നമുക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കാൻ ഇവരുണ്ടല്ലോ. ആദ്യക്കാണെങ്കിലും അവിടെ സ്കൂളിലൊക്കെ പോകാം, അതിനെ അവിടെ കുറച്ച് ദിവസം കൊണ്ട് നിർത്താം. ഇപ്പോൾ ചേട്ടായി അമ്മയൊക്കെ അവിടെ ജോലിക്ക് പോവാം. ജോലിക്ക് പോകുന്ന സമയത്തും ലിതിമോള് തന്നെയല്ലേ ഉള്ളൂ. ഇപ്പോൾ കൊച്ചിൻ ലിതിമോള്. അപ്പോൾ അവർ നമ്മുടെ ഒപ്പം നിൽക്കും, അമ്മയുടെ ഒക്കെ ഒപ്പം നിൽക്കുവാണെങ്കിൽ നമുക്ക് സർജറി ഒക്കെ കഴിഞ്ഞിപ്പോൾ ഞാൻ ജോലിക്ക് പോവുകയാണെങ്കിലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അവിടെ എടുക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ വേറെന്താ പറയാനുള്ള പറയൂ. ചായയൊക്കെ കുടിച്ചിട്ട് ക്ഷീണിച്ചിരിക്കുക. അതെ, ക്ഷീണിച്ചിരിക്കുക കേട്ടോ. നല്ല ഉറക്കം വരുന്നുണ്ടേ. ഉറക്കത്തിൻ്റെ ഒക്കെ ഇച്ചിരി കുറവുള്ളതുകൊണ്ട് ഉറക്കം വരുന്നുണ്ട്. പക്ഷെ അന്നാണുണ്ടല്ലോ പകൽ ഉറങ്ങാൻ തോന്നുകയില്ല. നമ്മൾ ഓരോ ജോലിയൊക്കെ ചെയ്ത് നടക്കുന്നുണ്ടായിരിക്കും പകലൊക്കെ ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറക്കമൊക്കെ ഉള്ളതുകൊണ്ടാണ് പകലുറക്കം പറ്റില്ലാത്തത്. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും എന്താ ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ബായ്.